എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി അദ്ദേഹം ജനാഭിമുഖ കുർബാനയെ വീണ്ടും വീണ്ടും അംഗീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തന്റെ വിമത വിശ്വാസികളെയും വിമത വൈദികരെയും ഉപയോഗിച്ച് മാർപ്പാപ്പയുടെ കൽപ്പന ലംഘിച്ച് ജനാഭിമുഖ കുർബാന വീണ്ടും വീണ്ടും നടത്താനുള്ള വഴിവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബിഷപ്പ് പാംബ്ലാനി ഉൾപ്പെടെയുള്ള സിനഡ് സമിതി അംഗങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുമായി ഒത്തുതീർപ്പിലെത്തിയത് 50-50 സമവായം. ജനാഭിമുഖ കുർബാന 50, ഏകീകൃതം 50. അത് അനുവദിച്ചതാണ് ഏറ്റവും വലിയ വിവാദമായത്. ആദ്യം ഏകീകൃത കുർബാന നടപ്പാക്കാൻ കടുത്ത നിലപാടാണ് പാംബ്ലാനി സ്വീകരിച്ചത്. കാരണം അദ്ദേഹത്തിന് എറണാകുളം അങ്കമാലി തലശ്ശേരിയിൽ നിന്നും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധിപനായി വരണം. അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ജനാഭിമുഖ കുർബാനയ്ക്ക് അനുമതി നൽകുകയും ചെയ്തു. ഇതാണ് അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ വൈരുദ്ധ്യമായി വിശ്വാസികൾ ആദ്യം തിരിച്ചറിഞ്ഞത്. ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന വത്തിക്കാന്റെയും മാർപ്പാപ്പയുടെയും കർശന നിർദ്ദേശങ്ങൾ നിലനിൽക്കെ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് അതിരൂപതയിലെ ചില വൈദികരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ജനാഭിമുഖ കുർബാനയ്ക്ക് അനുമതി നൽകിയത് അനുസരണക്കേടാണെന്ന ആക്ഷേപം ഇപ്പോഴും വത്തിക്കാൻ രൂക്ഷമായി ഓർത്തുന്നുണ്ട്.